മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡ്. ഇപ്പോൾ നമ്മുടെ പാരൻ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗത്തിൽ വലിയൊരു വിവാദം നടക്കുകയാണ്. ഒരു PhD ഗവേഷക വിദ്യാർത്ഥിക്ക് ബിരുദം ലഭിക്കുന്നതിന് തടസ്സമായി ഒരു അധ്യാപിക ഇടപെട്ടു. ഗവേഷകന് അദ്ദേഹം സംസ്കൃതത്തിലാണ് ഗവേഷണം നടത്തുന്നത്. സംസ്കൃത ഭാഷ എഴുതാനും വായിക്കാനും പോലും അറിയില്ല എന്നുള്ള വിയോജനക്കുറിപ്പാണ് ഈ അധ്യാപിക മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത് തനിക്കെതിരായിട്ടുള്ള ജാത്യധിക്ഷേപമാണ്. താൻ പട്ടികജാതി സമുദായത്തിൽപ്പെട്ടയാളായതുകൊണ്ട് തനിക്കെതിരെ അധിക്ഷേപം നടത്തുകയും അങ്ങനെ ജാതീയമായ വിവേചനം കൊണ്ടാണ് തനിക്ക് PhD ലഭിക്കരുത് എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ടീച്ചർ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള പരാതി അട്രോസിറ്റി ആക്ട് പ്രകാരം പട്ടികവർഗ അതിക്രമ നിരോധന നിയമം മൂലം ശ്രീകാര്യം പോലീസിൽ പരാതി നൽകുകയും SP അത് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ ടീച്ചർ CN വിജയകുമാരി എന്ന് പറയുന്ന ഡീൻ ഓറിയൻ്റൽ സ്റ്റഡീസിലാണ് ഈ സംസ്കൃതം വരുന്നത്. തമിഴ്, മലയാളം തുടങ്ങിയ അറബിക്ക് അതൊക്കെ തുടങ്ങിയ വിഷയങ്ങൾ ചേർന്ന് വരുന്ന ഓറിയൻ്റൽ ഫാക്കൽറ്റിയിലാണ് യഥാർത്ഥത്തിൽ ഈ സംസ്കൃതം വരുന്നത്, ഹിന്ദി. അപ്പോൾ അവിടുത്തെ ഡീനാണ്, ആ ഫാക്കൽറ്റി ഡീനാണ് ഈ ഡോക്ടർ CN വിജയകുമാരി. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ജാത്യധിക്ഷേപം എന്ന് പറയാൻ കഴിയില്ല. കാരണം ജാത്യധിക്ഷേപമാണ് അല്ലെങ്കിൽ ജാതി വിവേചനമാണെങ്കിൽ വിപിൻ വിജയൻ എന്ന് പറയുന്ന ഈ വിവാദ വിദ്യാർത്ഥിക്ക് MPhilന് അഡ്മിഷൻ കിട്ടുകയില്ലായിരുന്നു. MPhil ചെയ്യാൻ കഴിയുമായിരുന്നില്ല. കാരണം MPhilൻ്റെ ഗൈഡായിട്ടിരുന്ന MPhilനും ഒരു ഗൈഡ് വേണം. അതൊരു പൂർണ്ണസമയ ഗവേഷണമല്ലെങ്കിലും ഒരു ഭാഗികമായ ഗവേഷണ ബിരുദം തന്നെയാണ് MPhilനും ഒരു ഗൈഡ് വേണം. ആ MPhilൻ്റെ ഗൈഡ് ഈ ഡോക്ടർ CN വിജയകുമാരിയായിരുന്നു. അപ്പോൾ MPhilന് എടുക്കുമ്പോൾ അവർക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യശേഷിയും പ്രാപ്തിയും ഒക്കെ ഭാഷാ നൈപുണ്യവും ഒക്കെ പരിശോധിക്കാനുള്ള അവസരം ഏറെയുണ്ട്. MPhil കിട്ടാതിരിക്കാം, അതല്ലെങ്കിൽ MPhil തുടരാനാകാത്ത സാഹചര്യം, അയോഗ്യനായതുകൊണ്ട് ലഭിക്കാതെ പോകാം. പക്ഷെ അന്നൊന്നും കണ്ടുപിടിക്കാത്ത കുറ്റവും കുറവുമാണ് ഇപ്പോൾ ടീച്ചർ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വൈചിത്ര്യവും ഒരു കൗതുകവും ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ജാതി ഭ്രഷ്ടിനേക്കാൾ രാഷ്ട്രീയ വൈര്യം മൂത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ കാര്യവട്ടം ക്യാമ്പസ് എന്ന് അനുഭവം കൊണ്ട് ഞാൻ പറയും. കാരണം ഞാനവിടെ 2 PG കോഴ്സുകൾ, പൊളിറ്റിക്കൽ സയൻസിലും ജേർണലിസത്തിലും 2 PG കോഴ്സുകൾ, 4 വർഷം PhD ഗവേഷണം നടത്തിയ 5 വർഷക്കാലം, അങ്ങനെ 9 വർഷക്കാലം അവിടെ പഠിക്കുകയും അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നടക്കുന്ന ഓപ്പൺ ഡിഫൻസുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഈവൻ സയൻസ് ഫാക്കൽറ്റികളിൽ പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നിശ്ചിത ഗവേഷണ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. വെറുതെ പോയാലും അവിടെ നിന്ന് ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് പോരുകയായിരുന്നില്ല. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇത്തരം ഓപ്പൺ ഡിഫൻസുകൾ, PhD ഓപ്പൺ ഡിഫൻസുകൾ നടക്കുമ്പോൾ പോകാറുള്ളതായിരുന്നു. അങ്ങനെ അനുഭവമുള്ളതാണ്. ഇങ്ങനെ ഒരു ഓപ്പൺ ഡിഫൻസും കഴിഞ്ഞു. ഓപ്പൺ ഡിഫൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഇത് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു വിവാദം വരുന്നത് സർവ്വസാധാരണമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് വാർത്തയായി മാറിയിരിക്കുന്നത്. എന്തായാലും കാര്യവട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിയുറച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവിടെ ജാതി ഭ്രഷ്ടിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ വൈരമാണ്. രാഷ്ട്രീയ
ആ, കളികൾക്ക് ആണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഇരകളായി തീർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുമാണ്. പിന്നെ അവിടെ SFI എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ 871 എന്ന് വായിക്കുന്ന SFI എന്ന് എഴുതി എവിടെങ്കിലും വെച്ചാൽ അത് 871 പറയുന്ന ആളുകൾ വരെ SFI നേതാവാകുന്ന അവസ്ഥയാണ് കാര്യവട്ടം ക്യാമ്പസിലുള്ളത്. കാരണം അവിടെ വന്ന് MPhilനോ PGക്കോ അല്ലെങ്കിൽ PhDക്കോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊരു മുറിയും തരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ സംഘടന SFI ആണ്. ഇപ്പോഴാണ് SFI ആകുന്നത്. പണ്ട് പ്രോഗ്രസീവ് എന്നൊക്കെ അറിയപ്പെടുന്നു, KSU വിഭാഗത്തെ ഡെമോക്രാറ്റ്സ് എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന കാലമാണ്. ഇപ്പോൾ അത് SFI KSU എന്ന് തന്നെ വന്നിട്ടുണ്ട്, ABVPയും ഉണ്ട്. ഈ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ കാര്യങ്ങൾ. ഹോസ്റ്റലിൽ അഡ്മിഷനും കൂടെ നേടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവിടെ SFI ആകാം. അതിനൊരു ഉദാഹരണം കൂടി പറയേണ്ടിയിരിക്കുന്നു. അത് പറയേണ്ടതുള്ളതുകൊണ്ട് മാത്രം പറയുകയാണ്. വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാമ്പനാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു MA സോഷ്യോളജിക്ക് ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കാൻ വന്നു. അയാൾ SLC കഴിഞ്ഞ് പാമ്പനാറിൽ നിന്ന് വണ്ടി കയറിയതാണ്. തിരുവനന്തപുരത്ത് വന്നു, പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ നിന്നു, പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. ഡിഗ്രി അവിടെ ഏതോ യൂണിവേഴ്സിറ്റി കോളേജിലോ ആർട്സ് കോളേജിലോ പഠിച്ചു. അത് കഴിഞ്ഞ് PGക്ക് കാര്യവട്ടത്ത് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അവിടെ വന്നു MPhil ചെയ്തു, പിന്നെ PhD ആയി. അങ്ങനെ എന്തായാലും PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി. മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഒക്കെ നടന്ന് അവിടെ ഈ മൂത്ത മേസ്തിരി സമ്പ്രദായം പണ്ടേ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജയിലിലൊക്കെ ഉള്ളതുപോലെ സീനിയറായിട്ട് ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ശരി, PhD കിട്ടിക്കഴിഞ്ഞാൽ പോലും അവിടെ നിന്ന് വിട്ടുപോകാതെ വേറൊരു തൊഴിലും കിട്ടാതെ അവിടെ അട്ടിപ്പേറായിട്ട് അവിടുത്തെ ഈ ജയിലിലെ മേസ്തിരിമാരെ പോലെ ഏറ്റവും വലിയ മീൻ കിട്ടുന്നത് അവർക്കാണ്, ഏറ്റവും കൂടുതൽ ചിക്കൻ കിട്ടുന്നത് അവർക്കാണ്. ഇതൊക്കെ പറയാതെ വയ്യ. സത്യം പറഞ്ഞ ഒരു ക്യാമ്പസിനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ മനോവിഷമമുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അനുഭവമായതുകൊണ്ടങ്ങ് പറയുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ സുഹൃത്തു കൂടി ആയതുകൊണ്ട് പേര് പറയുന്നില്ല. അപ്പോൾ അയാളുടെ ഒരു ശിങ്കിടിയായിട്ടാണ് ഈ സോഷ്യോളജിക്കാരൻ സുന്ദർ രാജ് എന്ന് പറയുന്ന ആളവിടെ വന്നത്. അയാൾ മറ്റൊരു SFIക്കാരനായിട്ടുള്ള പുത്തൂർ സ്വദേശി, കൊല്ലം ജില്ലയിലെ പുത്തൂർ സ്വദേശി, ശാസ്താംകോട്ട DB കോളേജിൽ പഠിച്ചതാണ്. ഈ അജികുമാറുമായിട്ട് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിവൈരാഗ്യം സംഘടനത്തിലേക്ക് വന്നു. അപ്പോൾ SFI യൂണിറ്റ് സെക്രട്ടറിയാണ് സുന്ദർ രാജ്, സോഷ്യോളജിക്കാരൻ എന്നുള്ളത് കൊണ്ട് ഈ പൊളിറ്റിക്കൽ സയൻസുകാരൻ തിരിച്ചടിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അനക്സ് അന്ന് നയനാരുടെ കാലത്ത് അവിടെ നമ്മുടെ കാര്യവട്ടത്തേക്ക് മാറ്റിയിരുന്നു ഒരു വിഭാഗം, പ്രത്യേകിച്ചും ആർട്സ് വിഭാഗം എന്ന് പറഞ്ഞാൽ അടിയും നടയൊക്കെ കൊള്ളയും ഒക്കെ നടക്കുന്ന ആളുകളെല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരിലൊരു സംഘത്തെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, അതും നമ്മുടെ ഒരു സുഹൃത്താണ്, ഞാൻ പേര് പറയുന്നില്ല എങ്കിലും, കൊണ്ടുവന്ന് ഈ പയ്യനെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ അജികുമാറിനെ അടിക്കുന്നുണ്ടായി. സംഭവം അറിഞ്ഞ ഉടനെ ഓടി ഞാൻ അവിടെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് വീണു. അടിയൊക്കെ കുറച്ച് എൻ്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ കൊണ്ടത്, അജിക്കടിയൊന്നും കൊണ്ടില്ല. അങ്ങനെ അജിയെ അവിടെ നിന്ന് എന്തായാലും ജീവൻ രക്ഷപ്പെടുത്തി ഞാൻ വിട്ടു. അപ്പോൾ ഇതാണ് ഒരു 916 എക്സാമ്പിൾ, ക്യാരറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ വൈരാഗ്യമാണ്. ഇങ്ങനെയാണ് തീർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവിച്ചതിൽ അത്ഭുതം ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇവിടെ സംഭവിക്കുന്നത് വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അറിയപ്പെടുന്ന ക്യാമ്പസിലെ ഒരു SFI നേതാവാണ്. PhDക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും PhD ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് UGCയുടെ നെറ്റ് പരീക്ഷ പാസ്സാകണം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകണം. അതോടൊപ്പം തന്നെ JRF ഉണ്ടെങ്കിൽ UGC തന്നെ കൊടുക്കുന്ന ഫെലോഷിപ്പോടുകൂടി ഗവേഷണം നടത്താം. ഏതാണ്ട് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തോളം വരുന്നതാണ്. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന വർഷാവർഷം നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റുകളിൽ പാസ്സായി വരുന്ന വിദഗ്ധരായ ഗവേഷകർക്ക് രജിസ്റ്റർ ചെയ്യാം, ഗവേഷകരാകാം. അതുമല്ലെങ്കിൽ MPhil, ഇപ്പോൾ MPhil ഇല്ല, MPhil എന്ന് പറയുന്ന കോഴ്സ് തന്നെ
ലിക്വിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. എം ഫില്ലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും നേരിട്ട് PhDക്ക് ജോയിൻ ചെയ്യാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. അപ്പോൾ ഈ എം ഫില്ല് ചെയ്ത ആളാണ് വിപിൻ വിജയൻ. എം ഫില്ല് ചെയ്യുന്ന സമയത്ത് വിജയൻ്റെ ഗൈഡ് CN വിജയകുമാരി ടീച്ചറായിരുന്നു. അന്ന് ടീച്ചർ ഇത് പറഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. എന്തായാലും എം ഫിൽ യോഗ്യത വെച്ച് PhDക്ക് അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. PhD രജിസ്റ്റർ ചെയ്തപ്പോൾ ഗൈഡ് ഷൈല ടീച്ചറായി. ഷൈല ടീച്ചർ ഒരു പുരോഗമന പശ്ചാത്തലമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കുട്ടയുടെ മെമ്പറാണ്. കുട്ട മീൻസ് കേരള യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ മെമ്പറാണ്. അതിലുപരി മുസ്ലിമാണ്. അതിവിടെ പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം സംസ്കൃതം ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തെ കാര്യം ഇവിടെ എതിര് നിൽക്കുന്നത് ഡോക്ടർ CN വിജയകുമാരി എന്നുള്ളത് കൊണ്ട് ഷൈല ടീച്ചർ മുസ്ലിമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനൊരു വിവേചനമോ ഒന്നും കാണിച്ചിട്ടുള്ള ടീച്ചറല്ല. നല്ല ജെൻറ്റിൽ ലുക്കുള്ള, ജെൻറ്റിൽ റെക്കോർഡുള്ള ടീച്ചറാണ് എന്നുള്ള കാര്യം നേരിട്ടറിയാവുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്തായാലും രജിസ്ട്രേഷൻ നടപടികൾ പിന്നെ തുടങ്ങുകയായി. ഇങ്ങനെ PhD നേടി എം ഫില്ല് കഴിഞ്ഞ് PhDക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികളാണ് പിന്നീട് നടക്കുന്നത്. ഗൈഡിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഡോക്ടറൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് മേധാവിയും വകുപ്പ് മേധാവിയും മറ്റ് പ്രൊഫസർമാരായിട്ടുള്ള ആളുകളും ഗവേഷണത്തിന് മേൽനോട്ടം കൊടുക്കുന്ന സീനിയർ പ്രൊഫസർമാരും ചേരുന്ന, ഒരുപക്ഷെ അതിനകത്ത് ഡീനും വന്നേക്കാം, ഫാക്കൽറ്റി ഡീനും വന്നേക്കാം, ചേരുന്ന ഒരു കമ്മിറ്റി മുമ്പാകെ നമ്മൾ ഗവേഷകൻ വിഷയം അവതരിപ്പിക്കണം. ആ വിഷയത്തിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച്, പ്രസക്തിയെ സംബന്ധിച്ച്, പുതിയ ഫൈൻഡിങ്സിനൊക്കെ സാധ്യത എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഗവേഷകൻ വിശദീകരിക്കണം. വിശദീകരിച്ച് അതിന് അംഗീകാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഗവേഷണത്തിൻ്റെ രജിസ്ട്രേഷൻ നേടുക എന്നുള്ളതാണ് അടുത്ത നടപടി. അങ്ങനെ ഗവേഷണം തുടങ്ങിക്കഴിഞ്ഞ് ഗവേഷണം പൂർത്തിയാക്കിയാൽ 4 വർഷം, എം ഫില്ലുകാരനായതുകൊണ്ട് 4 വർഷത്തിൽ കൂടുതൽ ഗവേഷണം നീണ്ടുപോകാൻ കഴിയില്ല. ബാക്കിയുള്ളവർക്ക് 5 വർഷമാകാം. അപ്പോൾ 4 വർഷത്തിനുള്ളിൽ പ്രീ സബ്മിഷനുണ്ട്. പ്രീ സബ്മിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അതിനു മുമ്പ് ഫൈനൽ സിനോപ്സിസ്, ഗവേഷണത്തിൻ്റെ നമ്മുടെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിന് തൊട്ട് മുമ്പുള്ള ഒരു സിനോപ്സിസ് കൂടി നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുന്നതാണ് പ്രീ സബ്മിഷൻ. ഇപ്പോഴത് ഒരു മിനി വൈവ പോലെ, അഥവാ മിനിയേച്ചർ ഓപ്പൺ ഡിഫൻസ് പോലെയായി മാറിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഈ പ്രീ സബ്മിഷൻ വേളയിൽ പോലും ഈ ടീച്ചർ ഈ വിദ്യാർത്ഥിയുടെ പരിമിതികൾ ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ സമയത്ത് പോലും ചൂണ്ടിക്കാണിക്കാത്ത വിഷയമാണ് പിന്നീട് വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടു വന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ വിഷയം. എന്തായാലും പ്രീ സബ്മിഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഫൈനൽ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ VC ഇത് 3 വിഷയവിദഗ്ധർക്ക് അയച്ചു കൊടുക്കും. അതിൽ 2 പേർ കേരളത്തിനകത്തുള്ള ഏതെങ്കിലും സർവകലാശാലകളിൽപ്പെട്ട അധ്യാപകരായിരിക്കാം. ഒരാൾ തീർച്ചയായും ഔട്ട് ഓഫ് സ്റ്റേറ്റിന് പുറത്തുള്ള ഒരു വിഷയവിദഗ്ധനും ആയിരിക്കണം. അതിൽ ഈ 3 പേരിൽ ഒരാളെ ഓപ്പൺ ഡിഫൻസ് കമ്മിറ്റിയുടെ വൈവ ബോർഡിൻ്റെ ചെയർമാനായിട്ട് VC നിയമിക്കുകയും ചെയ്യും. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ 3 പേരുടെ പാനലൊക്കെ കൊടുക്കുന്നത് ഗൈഡ് തന്നെയാണ്. ഗൈഡിൻ്റെ അക്കാഡമിക് കോണ്ടാക്റ്റ് വെച്ചിട്ടാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ചെയർമാനെ തീരുമാനിക്കുന്നതും യഥാർത്ഥത്തിൽ ഗൈഡ് തന്നെയാണ്. പക്ഷേ അത് ഓൺ ബിഹാഫ് ഓഫ് ദി വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്കാണ്. വൈസ് ചാൻസലറാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഗൈഡിൻ്റെ നിർദ്ദേശം പരിഗണിച്ചായിരിക്കും VC ഇത് എല്ലാ കാലത്തും ചെയ്തു വരിക. അങ്ങനെ എന്തായാലും ഓപ്പൺ ഡിഫൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഈ സമൂഹത്തിലുള്ള ഏതൊരാൾക്കും പങ്കെടുക്കാവുന്നതാണ് ഒരു PhD ഗവേഷകൻ്റെ ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്നത്. അത് ഗവേഷകർക്ക് പങ്കെടുക്കാം, അധ്യാപകർക്ക് പങ്കെടുക്കാം, വിവിധ വിദഗ്ധർക്ക് പങ്കെടുക്കാം,
എന്തിനേറെ പറയുന്നു, ഒരു തെരുവിലെ ചുമട്ട് തൊഴിലാളിക്ക് പോലും ആ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയും അതിനുള്ള ക്ലാരിഫിക്കേഷൻ നേടുകയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ ബാധ്യതപ്പെട്ട ആളാണ് യഥാർത്ഥത്തിൽ ഗവേഷകൻ. അങ്ങനെ ഗവേഷകരും അധ്യാപകരും വിവിധ തുറയിലെ പ്രമുഖരുമെല്ലാം ചേർന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ക്ലാരിഫിക്കേഷൻ നേടി അതിനെ സമർത്ഥമായിട്ട് പ്രതിരോധിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മുട്ടും ഗവേഷകന്. ആ സമയത്ത് ഗൈഡ് അവിടെ സന്നിഹിതയായിരിക്കും. ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ പ്രതിരോധം സൃഷ്ടിക്കുന്നതും തീർക്കുന്നതും സമർത്ഥമായി അതിനെ പ്രതിരോധിച്ചെടുക്കുന്നതും. അങ്ങനെ അവസാനം വൈവ ബോർഡ് ചെയർമാൻ പറയും, ഐ റെക്കമെൻഡിങ് മിസ്റ്റർ വിപിൻ വിജയൻ ടു ഗെറ്റ് എ PhD ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്നും പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യും. സിൻഡിക്കേറ്റിനെ റെക്കമെൻഡ് ചെയ്യുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. തൊട്ടടുത്ത് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ഇത് അംഗീകരിച്ച് അദ്ദേഹത്തിന് ഗവേഷണ ബിരുദം നൽകുകയാണ്. അങ്ങനെ ഡോക്ടർ വിപിൻ വിജയനാവുക എന്നുള്ളതാണ് സാധാരണയായി സംഭവിക്കേണ്ടത്. ഇവിടെ സംഭവിച്ചത്, ഇതിനുശേഷം ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കാതെ അവിടെ വെച്ച് ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഗവേഷണം PhDക്ക് വേണ്ടി ശുപാർശ ചെയ്തതിന് ശേഷം VCക്ക് വിയോജനക്കുറിപ്പുമായിട്ട് ഇദ്ദേഹത്തിന് ബിബ്ലിയോഗ്രഫി അറിയില്ല, അല്ലെങ്കിൽ മെത്തഡോളജി അറിയില്ല, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇല്ല, അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ച് വിപിൻ വിജയൻ്റെ PhDയെ പ്രതിരോധിക്കുവാൻ ഡീൻ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. ഇത് ജാതീയമായ അധിക്ഷേപം ആയി കാണാൻ ഞാൻ തയ്യാറല്ല. അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടാകാനും വഴിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വൈരം തീർക്കുന്നതാണ്. ടീച്ചറും ഒരു രാഷ്ട്രീയ ഇരയാണ്, അതുപോലെ വിപിൻ വിജയനും ഒരു രാഷ്ട്രീയ ഇരയാണ് എന്നേ പറയാൻ കഴിയും. അതുകൊണ്ടാണിത് കോടതിയിൽ ചെന്നപ്പോൾ കോടതി പ്രഥമദൃഷ്ട്യാ തന്നെ കണ്ടു, ഇത് SC/ST അട്രോസിറ്റീസ് ആക്ട് ദുരുപയോഗം ചെയ്യലാണ്. അതുകൊണ്ട് ടീച്ചറെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു. എന്തായാലും ടീച്ചർ ഈ അവസാന നിമിഷം ഇത് കാണിച്ചത് ശരിയായില്ല. ആ കുട്ടിക്ക്, ആ വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും ഗവേഷണ ബിരുദം ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിന് അവസരമൊരുക്കുവാൻ ബന്ധപ്പെട്ട ടീച്ചറും മറ്റുള്ളവരും തുടർ നടപടികൾ സ്വീകരിക്കണം. സിൻഡിക്കേറ്റിന് ഇത് വിട്ടിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് ഉചിതമായ തീരുമാനമെടുത്ത് സിൻഡിക്കേറ്റിന് തീരുമാനിക്കാം, ഇദ്ദേഹത്തിന് ഗവേഷണ ബിരുദം നൽകാൻ തീരുമാനിക്കാവുന്നതാണ്. കാരണം വൈവ കമ്മിറ്റി ഓപ്പൺ ഡിഫൻസ് ചെയർമാൻ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിനെല്ലാം രേഖകളുള്ള, ഈ നടപടികൾക്കെല്ലാം മിനിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന് അൺഇക്വോക്കലായി തീരുമാനിക്കാവുന്ന കാര്യമാണ് ഈ വിപിൻ വിജയന് PhD നൽകുക എന്നുള്ളത്. അതിനുള്ള തീരുമാനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുക്കണം. അതിന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് എനിക്ക് ഈ അഭിപ്രായം പങ്കുവയ്ക്കാനുള്ളത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. മോസ്റ്റ് വാണ്ടഡ്.